യെസ്, ഗുഡ് ഈവനിങ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ബാക്കിയുള്ള സ്റ്റുഡൻസോട് കയറി നോക്കിയിട്ട്. സോ ലാസ്റ്റ് ക്ലാസ് വി വെർ ഡിസ്കസിങ് AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്. നമ്മൾ ജനറൽ മീറ്റിംഗ് ചാപ്റ്ററിലാണിപ്പോൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് മീറ്റിംഗിന് ശേഷം ജനറൽ മീറ്റിങ്ങിലോട്ട് വന്നു. ജനറൽ മീറ്റിങ്ങിലെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് AGM ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ആനുവൽ ജനറൽ മീറ്റിംഗ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തൊട്ടടുത്തത് EGM ആണ്. അഗെയിൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് EGM. ജസ്റ്റ് ഒരു ലൈൻ ഇൻട്രൊഡക്ഷൻ പറയാം, വെയർ വി ലെഫ്റ്റ്. ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ, കമ്പനിയുടെ ഓണേഴ്സിൻ്റെ, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനാണ് നമ്മൾ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർമാരുടെ മീറ്റിംഗ് ആണ്. കമ്പനിയെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ മീറ്റിംഗ് ആണ്. വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഡയറക്ടേഴ്സിൻ്റെ നമ്പർ വളരെ കുറവാണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് റൂമിൽ വളരെ കോൺഫിഡൻഷ്യലായിട്ടും വളരെ സെൻസിറ്റീവായിട്ടും നടത്തുന്ന മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ്. പക്ഷേ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം വളരെ ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് വരാൻ സാധ്യതയുള്ള, ചിലപ്പോൾ 500, 1000, 2000 ഒക്കെ ഉള്ള ഒരു മീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓഡിറ്റോറിയത്തിലോ ഒരു വലിയ ഹാളിലൊക്കെ വെച്ച് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. ഇറ്റ്സ് എ കമ്പാരിറ്റീവ്ലി ബിഗ് ഫംഗ്ഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദിവസമാണ് ജനറൽ മീറ്റിംഗ്സ്. കാരണം അവരുടെ റൈറ്റ്സ്, അവരുടെ വോയിസ്, അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ജനറൽ മീറ്റിംഗ്. കമ്പനി സെക്രട്ടറിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴും ഈ മീറ്റിംഗ് നോട്ടീസ് സ്റ്റേജ് മുതൽ അതിനെ ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ മുതൽ, മീറ്റിംഗ് നടക്കുമ്പോഴുള്ള അജണ്ട ഐറ്റംസ് പ്രോസസ്സ് മുതൽ, മീറ്റിങ്ങിൻ്റെ ഡിസ്കഷൻസിലും അതുപോലെ തന്നെയാണ് മിനിറ്റ്സ് ഉണ്ടാക്കുന്നതിലും, ബിഫോർ ദ മീറ്റിങ്ങും അറ്റ് ദ മീറ്റിങ്ങും ആഫ്റ്റർ ദ മീറ്റിങ്ങും നിർണായകമായിട്ട് റോൾ പ്ലേ ചെയ്യുന്ന പ്രൊഫഷണലാണ് കമ്പനി സെക്രട്ടറി. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു, ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരുപാട് ആൾക്കാർ വരുന്നൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ കമ്പനി സെക്രട്ടറിയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റിലവൻസ് വരുന്നൊരു മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്. സെക്ഷൻ 205 തന്നെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറീസ് നിങ്ങൾക്കറിയാം. കമ്പനിയുടെ ബോർഡിൻ്റെ മീറ്റിംഗ് ആയാലും കമ്മിറ്റി മീറ്റിംഗ് ആയാലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആയാലും ഇതെല്ലാം കൺവീൻ ചെയ്യുന്നതും അത് അറ്റൻഡ് ചെയ്യുന്നതും കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നൗ ജനറൽ മീറ്റിംഗ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ജനറൽ മീറ്റിംഗ് 3 ടൈപ്പാണ്. AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്. രണ്ടാമത്തത് EGM, എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ്. മൂന്നാമത്തത് ക്ലാസ് മീറ്റിംഗ്സ്. അതിൽ AGMൻ്റെ സെക്ഷൻ 96 ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ AGM നടത്തിയില്ലെങ്കിലുള്ള കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ സെക്ഷൻ 97ലും സെക്ഷൻ 98ലും പഠിച്ചു. അങ്ങനെ 3 സെക്ഷൻസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EGM ആണ്. AGMനെ കുറിച്ച് ഒരു ലൈൻ കൂടെ പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം AGMൽ സാധാരണ രീതിയിൽ 4 ഓർഡിനറി ബിസിനസ്സാണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുക, ഇൻക്ലൂഡിങ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും. 2 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. 3 ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യുക, റീഅപ്പോയിൻറ്റ് ചെയ്യുക, റിട്ടയർ ചെയ്യിപ്പിക്കുക. 4 ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. ഈ 4 അജണ്ട ഐറ്റത്തിനെ നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയും, ഓർഡിനറി ബിസിനസ് എന്ന് പറയും. AGMൽ ഈ 4 ബിസിനസ്സിന് ഒഴികെ അല്ലെങ്കിൽ പുറമെ നമുക്ക് വേറെയും അജണ്ട ഐറ്റംസ് ചർച്ച ചെയ്യാം, നോട്ടീസിൽ ഉൾപ്പെടുത്താം. ആ ഐറ്റത്തിന് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. അപ്പോൾ ഓർഡിനറി അല്ലാത്ത ഐറ്റംസും ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാം, AGMൽ ചർച്ച ചെയ്യാം. അതിനെ നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ സവിശേഷത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊരു ഓർഡിനറി ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ വി ഹാവ് ടു ഇൻക്ലൂഡ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഈച്ച് സ്പെഷ്യൽ ബിസിനസ് ഇൻ ദ നോട്ടീസ്. ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ നമ്മൾ ഈ ഐറ്റത്തിന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു അനക്സർ കൂടെ ഓരോ സ്പെഷ്യൽ ബിസിനസ്സിനും നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസിലൂടെ കൊടുക്കണം. അപ്പോൾ ഇതാണ് AGM. ഇതിൻ്റെ അജണ്ട ഐറ്റംസ് അല്ലെങ്കിൽ 2 ടൈപ്പ്, ഓർഡിനറി ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. AGM എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. വർഷം കഴിഞ്ഞിട്ട്, അതായത് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ആനുവൽ ഗെറ്റ് ടുഗദറാണ്
AGM, അതുകൊണ്ടാണ് AGM എന്ന് വിളിക്കാൻ കാര്യം, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കാൻ കാര്യം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കഴിഞ്ഞ ക്ലാസ് മിസ് ചെയ്തവർ എനിക്കൊന്നും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മിസ് ചെയ്ത്, അത് ഞാൻ റെക്കോർഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് EGMലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, 2-3 കാര്യങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയാം. ആ വാക്കുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. എക്സ്ട്രാ ആയിട്ട് നടത്തുന്ന ജനറൽ മീറ്റിംഗ് ആണ്, അതാണ് എൻ്റെ അർത്ഥം. എന്താണ് ഓർഡിനറി അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നടത്തുന്ന ജനറൽ മീറ്റിംഗ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്രൂവൽ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ പഠിച്ചതിൽ തന്നെ നിങ്ങൾക്കറിയാം, കമ്പനിയുടെ നെറ്റ്വർത്തിന് മുകളിൽ ലോണ് പോവുക അണ്ടർ സെക്ഷൻ 180 അല്ലേ, അതേപോലെ കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് വന്നിട്ട് വിൽക്കുക, ഹോൾലി ഓർ സബ്സ്റ്റാൻഷ്യൽ ഹോൾഡ് വിൽക്കുക, അതിന് ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണം. നിങ്ങൾ പാർട്ടിയിൽ പിന്നെ ഡിസ്കസ് ചെയ്യും, കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യാൻ ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണം, കമ്പനിയുടെ ഓബ്ജക്ട് ക്ലാസ് മാറ്റാനായിട്ട് ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണം. ആൻഡ് ദർ ആർ മെനി സിറ്റുവേഷൻ, എന്തിനധികം പറയണം, ഡയറക്ടർമാരെ റിമൂവ് ചെയ്യണമെങ്കിൽ ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണം. ദർ ആർ മെനി സിറ്റുവേഷൻസ് യു ഹാവ് ടു കോൾ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 3 ദിവസം മുമ്പ് ഡയറക്ടേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൾ ചോദിച്ച ചോദ്യം ഇതാണ്, EGM എന്ന് പറയുന്ന മീറ്റിംഗ് വിളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ EGM ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു മീറ്റിംഗ് അല്ല. AGM സെക്ഷൻ 96 പ്രകാരം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എല്ലാ വർഷവും അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് അറിയാലോ, 6 മാസത്തിനകത്ത് നമ്മൾ മീറ്റിംഗ് വിളിച്ച് കൂട്ടണം, മാൻഡേറ്ററിയാണ്. പക്ഷേ EGM എന്ന് പറയുന്നത് ഇത്ര EGM കൂടണം, ഒരു EGM എങ്കിലും കൂടണമെന്ന് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. EGM ഒരു നീഡ് ബേസ്ഡ് ആയിട്ടൊരു മീറ്റിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്തെങ്കിലും അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ അവിടെ ആ ട്രെയിനിങ്ങിൽ ആ ഉദ്യോഗസ്ഥൻ ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് മാർച്ച് 31 കഴിഞ്ഞതിന് ശേഷം EGM ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം ഒരു EGM വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് തൊട്ട് ഉടനെ എന്ത് വരും, ആ വർഷത്തെ AGM വരും. അപ്പോൾ ആ AGMൽ വെച്ച് അപ്രൂവൽ എടുത്താലും മതി. അതുകൊണ്ട് ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ എടുക്കണമെന്നേ ഉള്ളൂ. അത് AGMലാണോ EGMലാണോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഡിസ്റ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് അപ്രൂവൽ, എനി ഐറ്റം അപ്രൂവൽ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ അറൈസസ് വെരി നിയർ ടു എൻ AGM അല്ലേ, അക്കൗണ്ടിങ് ക്ലോസ് ചെയ്തതിന് ആ ഒരു കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തെ AGM വരുമ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യൽ ബിസിനസ് വെച്ചങ്ങ് പാസ്സാക്കാം. ഇനി ക്രിട്ടിക്കലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയാൻ പോകുന്ന കാര്യം, 4 ഓർഡിനറി ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. AGM വിളിച്ചു കൂട്ടുന്നത് തന്നെ ആ 4 ഓർഡിനറി ബിസിനസ് നടത്താനാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 4 ഓർഡിനറി ബിസിനസ്സും നമ്മൾ AGMൽ വെച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അക്കൗണ്ട്സ് അഡോപ്ഷൻ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസിഡറേഷനും ഓഡിറ്റർ അപ്പോയിൻമെൻറ്റും ഡയറക്ടർ അപ്പോയിൻമെൻറ്റും ഡിവിഡൻഡ് ഡിക്ലറേഷനും AGMൽ വെച്ച് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 4 ഓർഡിനറി ബിസിനസ്സും ഒരിക്കലും എവിടെ വരരുത്, എവിടെ എടുക്കാൻ പാടില്ല, EGMൽ ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം അത് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ വിളിച്ചു കൂട്ടുന്ന ആ മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും തന്നെ EGMൽ ചർച്ച ചെയ്യാൻ പാടില്ല. അതിനർത്ഥം in EGM or at an EGM you cannot discuss any matter which is an ordinary business. The 4 things. At an EGM, extraordinary general meeting, you can only discuss or you can only have agenda items which are ipso facto special business. Clear ആയല്ലോ അല്ലേ? അപ്പോൾ EGMലെ സ്പെഷ്യൽ ബിസിനസ് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ, മാത്രമേ അജണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ആ EGMൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാ ഐറ്റംസും എന്തായിരിക്കും, സ്പെഷ്യൽ ബിസിനസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ EGMലുള്ള എല്ലാ അജണ്ട ഐറ്റത്തിനും നിങ്ങൾ എന്ത് കൊടുക്കണം, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 102 കൊടുത്തിരിക്കണം. കാരണം എല്ലാ ഐറ്റംസും സ്പെഷ്യൽ ബിസിനസ്. ക്ലിയർ? സൗമ്യ ക്ലിയർ ആയല്ലോ അല്ലെ? സഞ്ജു ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണല്ലോ? യെസ്. സോ അപ്പോൾ അതുകൊണ്ട് EGMലെ ഓർഡിനറി ബിസിനസ് ഒരു ചർച്ചയില്ല. ആ 4 ബിസിനസ് മാറ്റി വെച്ചിട്ടുള്ളത് അത് EGMൽ വെച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അത് വർഷാവസാനം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും EGMൽ വയ്ക്കാൻ പറ്റാത്തതുണ്ടോ, അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാവും. അതിനെ കൊണ്ട് EGMൽ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ബിക്കോസ് യു cannot transact any items which are ordinary business, classified as ordinary business at EGM.
So that means all agenda items which are included at an EGM are special businesses. Therefore, consequently, all agenda items at a EGM has to mandatorily have an explanatory statement under section 102. Okay. Now we are going to discuss EGM. എങ്ങനെയാണ് EGM വരുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. EGM 4 ഞാൻ പറഞ്ഞു. EGM എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി മീറ്റിംഗ് അല്ല. ഇത്ര EGM കൂടണമെന്ന് കമ്പനീസ് ആക്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഷെയർ ഹോൾഡറിന് അപ്രൂവൽ എടുക്കണമെങ്കിൽ വിളിക്കുക, അത്രയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും EGM ഇസ് എ നീഡ് ബേസ്ഡ് ജനറൽ മീറ്റിംഗ്. ആവശ്യത്തിനനുസരിച്ച് മീറ്റിംഗ് വിളിക്കുന്ന, ആവശ്യത്തിനനുസരിച്ച് വേണ്ടി വരുന്ന ഒരു മീറ്റിങ്ങിനെയാണ് കുട്ടികളെ നമ്മൾ EGM എന്ന് വിളിക്കുന്നത്, EGM എന്ന് പറയുന്നത്. നൗ EGM 4 രീതിയിലാണ് അല്ലെങ്കിൽ 4 വഴിയാണ് EGM വരുന്നത് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് നടക്കുന്നത്. ഒന്ന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് സെക്ഷൻ 180, റെസ്ട്രിക്ഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ബോർഡ്. നമ്മൾ പഠിച്ചതാണ് 181A, 181B, 181C, 181D അല്ലേ. അവിടെ കണ്ടില്ലേ, ബോർഡിൻ്റെ പവറാണ്, പക്ഷേ അതിന് സബ്ജക്റ്റ് ടു അപ്രൂവൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ കമ്പനിയുടെ ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ 181C പ്രകാരം കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സിനും മുകളിൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവൽ എടുക്കേണ്ടി വരും, പ്രയർ അപ്രൂവൽ എടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, ബോർഡ് ഒരു EGM വിളിച്ച് കൂട്ടേണ്ടി വരും. അപ്പോൾ കണ്ടോ, there are many situations under Companies Act where the board of directors has to call the meeting of shareholders. So that is called an EGM which is being convened by board. പൊതുവേ എല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജനറൽ മീറ്റിങ്ങിന് മുമ്പും ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. കാരണം ബോർഡിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ. ഡേ ടു ഡേ അഫയേഴ്സും കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ നോക്കുന്നത് ബോർഡായതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നത് പോലും ബോർഡിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണ്. സോ ബോർഡ് വിൽ കോൾ. സോ ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഈസ് ബോർഡ് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യമാണ്. അതാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. കുട്ടിയുടെ രണ്ടാമത്തെ സാഹചര്യം, ബോർഡിൻ്റെ അടുത്ത് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ആവശ്യപ്പെടാം, ഞങ്ങൾക്കൊരു മീറ്റിംഗ് വേണം. ആദ്യത്തെ എങ്ങനെയാണ്, ബോർഡ് സ്വമേധയായിട്ട് സ്വമോട്ടായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ കാണാൻ വേണ്ടി എന്ന് വെച്ചാൽ അതായത് അപ്രൂവൽസ് എടുക്കാൻ വേണ്ടി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അത് EGM. അടുത്തൊരു കാറ്റഗറി ഓഫ് EGM അല്ലെങ്കിൽ അടുത്ത സാഹചര്യം എന്താണ്, ബോർഡ് ആവശ്യപ്പെടുന്നില്ല, ബോർഡിന് ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ആവശ്യമാണ്. ആൻഡ് ദേ ആർ റിക്വസ്റ്റിംഗ് ടു ദ ബോർഡ് ദാറ്റ് എ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി കോൾഡ് ഫോർ ദം. ആ മീറ്റിങ്ങിനെയാണ് നമ്മൾ കുട്ടികളെ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. റിക്വസിഷൻസ് വെച്ച് ആവശ്യപ്പെടുന്ന ആൾക്കാർ അല്ലേ. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദാറ്റ് ടേം. അപ്പോൾ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ് ഇൻ എ സെൻസ് ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ്, അതിന് പ്രത്യേക പെർസെൻറ്റേജ് ഉണ്ട് എത്ര ഷെയർ ഹോൾഡേഴ്സിന് അപേക്ഷിക്കാമെന്ന്. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന പരിപാടിയാണ് EGM. അപ്പോൾ അതിനർത്ഥം ദ റിക്വയർമെന്റ് ഈസ് നോട്ട് ഫ്രം ദ ബോർഡ് ബട്ട് ഇറ്റ് ഈസ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് എ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ്. ഓക്കെ. മൂന്നാമത്തെ സാഹചര്യം ക്രിട്ടിക്കലാണ്. രണ്ടാമത്തെ സാഹചര്യത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടു ബോർഡ് EGM വിളിച്ചു കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഡയറക്ടർ ബോർഡ് ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടത്തിക്കൊടുത്തില്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന റിക്വസിഷണൽ ഷെയർ ഹോൾഡേഴ്സിന് സ്വമേധയായിട്ട് തന്നെ മീറ്റിംഗ് കൂടാം. അതാണ് കുട്ടികളെ മൂന്നാമത്തെ സാഹചര്യം. റിക്വസിഷനിസ്റ്റ് വിൽ themselves conduct a EGM, which is a rare situation, but there is a provision in the law. Okay. നാലാമത്തെ സാഹചര്യം ട്രിബ്യൂണൽ. AGM-ൽ നമ്മൾ പഠിച്ചു, ട്രിബ്യൂണൽ ഓർമ്മയുണ്ടോ അല്ലേ? AGM-ൽ നമ്മൾ സെക്ഷൻ 97 പഠിച്ചു, ഡീഫോൾട്ട് ഇൻ ഹോൾഡിംഗ് AGM ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നാഷണൽ കമ്പനിലോ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതുപോലെ ഇവിടെയും ഒരു പ്രൊവിഷൻ ഉണ്ട് അണ്ടർ സെക്ഷൻ 99 where if there is an impracticable situation that you are not able to have convene a EGM, then you can approach the honorable tribunal and the tribunal will call for or order to call for a EGM. So these are the 4 circumstances under which EGM is being come into place. 4 രീതിയിലാണ്. ഒന്ന്, സോമോട്ടോ ബോർഡ് തന്നെ വിളിച്ചു കൂട്ടുന്നു, അതാണ് പൊതുവേ നടക്കുന്ന സാഹചര്യം. 2, ബോർഡിന് ആവശ്യമില്ല പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു,
അവർ ബോർഡിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ വി കോൾ as റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ്. മൂന്നാമത്തെ സാഹചര്യം, ബോർഡിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ട് ബോർഡ് നടത്തി തരാത്തത് കൊണ്ട് റിക്വസിഷനിസ്റ്റ് സ്വമേധയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, മീറ്റിംഗ് കൂടുന്നു. നാലാമത്തത്, again a critical situation where there is some impracticability of convening EGM. You can approach the law of the land, that is the tribunal here, and the tribunal will order for a meeting. Okay, ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ സാഹചര്യം വളരെ ക്രിട്ടിക്കലാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, എന്തായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം? ഒരു ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഡയറക്ടറാണ്. റിമൂവൽ ഓഫ് ഡയറക്ടർ സെക്ഷൻ ഏതാണ് സൗമ്യ? റിമൂവൽ ഓഫ് ഡയറക്ടർ സെക്ഷൻ ഏതാ? റിമൂവൽ ഓഫ് ഡയറക്ടർ സെക്ഷൻ ഏതാണ്? 168 റെസിഗ്നേഷൻ. 169 ആണ് റിമൂവൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഡയറക്ടർമാരെ റിമൂവ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർമാർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണമെന്ന് വയ്ക്കുക അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുള്ള കമ്പനി ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി the shareholders will ask the board to convene a general meeting because they want to discuss about the removal of director. അതാണ് രണ്ടാമത്തെ സാഹചര്യം. പക്ഷെ പലപ്പോഴും ഒന്നും സംഭവിക്കാറില്ല, ബോർഡ് അതിന് സഹകരിക്കത്തില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സാഹചര്യത്തിൽ എന്താ, ബോർഡ് സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ സ്വമേധയായിട്ട് മീറ്റിംഗ് വിളിച്ചു കൊടുക്കും. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമത്തതും മൂന്നാമത്തെ സാഹചര്യം ഹൈലി ഫ്ലെയിമബിൾ സാഹചര്യമാണ്. ദാറ്റ് മീൻസ് പൊതുവേ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ വിളിക്കുന്നത് ഡയറക്ടർമാരെ മാറ്റാനോ അല്ലെങ്കിൽ MD റിമൂവ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ബോർഡിനെ അപ്രോച്ച് ചെയ്യുന്നു, ബോർഡ് സമ്മതിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വമേധയായിട്ട് മീറ്റിംഗ് കൊടുക്കും. സോ ദർ മേ ബി സം കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് ഓർ സം കുറച്ച് ഇഷ്യൂസ് ഉള്ളപ്പോഴാണ് പൊതുവെ അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഓക്കെ, എനിവേ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പൊതുവേ കുട്ടികൾ ഏറ്റവും കൂടുതൽ തറവാറ്റി പഠിക്കുന്ന AGM ആണ്. AGMന്റെ നോട്ടീസും അല്ലെങ്കിൽ ഇനി നമ്മളങ്ങോട്ട് പഠിക്കാൻ പോകുന്നതാണെങ്കിലും EGM എന്ന് പറഞ്ഞാൽ ഹൈലി ട്രിക്കിയാണ്. നല്ല പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് വളരെ സാവധാനം നമ്മൾ നല്ല എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഇന്ന് 1-2 പേര് ആബ്സെൻ്റ് ആണ്, ഓൾറെഡി പറഞ്ഞു അവർ. അപ്പോൾ കുഴപ്പമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സബ്സെക്ഷനാണ്, സബ്സെക്ഷൻ വൈസ് തന്നെ പഠിക്കണം. 100ലാണ് EGMന്റെ കോമൺ സെക്ഷൻ. 100 സബ്സെക്ഷൻ 1 ആണ് ബോർഡ് സ്വമോട്ടായിട്ട് വിളിച്ചു കൂട്ടുന്നത്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ബോർഡിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സ്വമോട്ടായിട്ട് നോട്ടീസ് അയച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെന്യൂ ഫിക്സ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ അവർ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും അജണ്ട ഐറ്റംസ് ഉണ്ടാവില്ല, എന്തെങ്കിലും സ്പെഷ്യൽ ബിസിനസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ പേര് മാറ്റുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓബ്ജക്ട്സ് മാറ്റുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ 5% മുകളിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയോ എന്നൊക്കെ അറിയാം. ദർ ആർ മെനി പ്ലേസസ് വേർ വി സ്റ്റഡീഡ് ഇറ്റ്സ് സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ ഇന്റർ കോർപ്പറേറ്റ് ലോൺ, ഇതല്ലേ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന് മുകളിൽ അണ്ടർ സെക്ഷൻ 186 സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന് മുകളിൽ ലോൺ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവൽ എടുക്കണം. അങ്ങനെ ബോർഡിന് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അതിൽ യാതൊരു സംശയവുമില്ല, അതിൻ്റെ വേറെ ചർച്ചയൊന്നുമില്ല. സോ സെക്ഷൻ 100 subsection 1 gives the power to the board of directors of a company to summon or to convene an extraordinary meeting if they feel so they want to take some approval from the shareholders. No issue, nothing to discuss more there. Now more critical, ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടുമാണ്, ഇനി പറയാൻ പോകുന്ന രണ്ടുമാണ് more critical. So please be very attentive, വളരെ ശ്രദ്ധിച്ചേക്കാം. സെക്കൻഡ് കാറ്റഗറി റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ വിളിക്കുന്നത്. സെക്ഷൻ 100 സബ്സെക്ഷൻ 2. ഓക്കെ, ഈ സാഹചര്യം അറിയാമല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് പരസ്പരം കാണണമെന്നൊരു തോന്നൽ, അവർക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നൊരു തോന്നൽ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് അങ്ങോട്ട് കത്ത് കൊടുക്കും. They will request in writing to the board of directors saying the agenda item, എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒത്തിച്ച് കൂടണം എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ. യു ഹാവ് ടു സേ ഓർ ഡിസ്ക്ലോസ് ഇൻ ദ റിക്വസ്റ്റ് ലെറ്റർ that for this purpose, for example, for removal of a director or for X item or for Y item,
So the shareholders has to disclose as to what they want to discuss. എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ട് ബോർഡിന് എന്ത് കൊടുക്കുന്നു? ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുന്നു. ഓക്കെ, ആ റിക്വസ്റ്റ് ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് ബോർഡ് എന്ത് ചെയ്യുന്നു? മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെയാണ്. വായിക്കാം. The board shall call an EGM on request of the requisition from the following number of members. So നിയമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? നിശ്ചിതമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വെച്ചില്ലെങ്കിൽ ചുമ്മാ ഓരോരുത്തരും ഡെയിലി രാവിലെ എനിക്കൊരു മീറ്റിംഗ് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കാണാം, അങ്ങനെ ഒരു പറ്റത്തില്ല. സോ യു കനോട്ട് in a way that you cannot misuse the law. So the law prescribes a minimum percentage of shareholding to apply or to give a request. എങ്ങനെയാണ്? ക്യാപിറ്റൽ ഉള്ള കമ്പനിയും ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനിയാണ് തിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഉള്ള കമ്പനി ആണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 1/10 ഷെയർ ക്യാപിറ്റൽ വച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കണം, ആവശ്യപ്പെടണം. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ VP വോട്ടിംഗ് പവറിന്റെ 1/10, ഈ 1/10 എന്ന് പറഞ്ഞാൽ 10%, അല്ലെ? 10% വോട്ടിംഗ് പവർ വെച്ചിരിക്കുന്നവർ അപ്ലൈ ചെയ്യണം. അപ്പോൾ കുട്ടികളെ, അപ്പോൾ നിശ്ചിത പെർസെൻറ്റേജ് ഷെയർ വെച്ചിരിക്കണം. അല്ലാതെ നമുക്ക് ഒരാൾക്കോ 2 പേർക്കൊന്നല്ല. ഫോർ എക്സാമ്പിൾ 200 പേരുണ്ടെന്ന് വെച്ചോ, 200 പേരുള്ള അല്ലെങ്കിൽ 200, 250, 300 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയിലാണ്. അതിലൊരു 40 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ 10% മുകളിൽ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 40% ഷെയർ ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ ആ 40 ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഒരു 300 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയാണ്, അതിൽ അസ്യൂം ദാറ്റ് 40 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ 10% മുകളിൽ ഷെയർ ഉണ്ടെങ്കിൽ ആ 40 പേർക്ക് റിക്വസ്റ്റ് കൊടുക്കാം. കാരണം ദേ ആർ നൗ എലിജിബിൾ, അല്ലെ? കാരണം they hold more than 1/10 of the share capital, that is 10% of the paid up share capital. So they are eligible. Now they can request to the board of directors in writing and signed by a representative of 40 shareholders. In our example, requesting the board to convene an EGM because they have to discuss an agenda item. And in that request letter, mind you, in the request letter, there should be mention about what is the agenda item or what is the matter they want to discuss. ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, അതിന്റെ കാരണം ഡിസ്ക്ലോസ് ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ, ആദിത് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടറിനെ മാറ്റാനാണ്. അപ്പോൾ അവിടെ പറയണം ടു ഡിസ്കസ് ഓൺ ദ റിമൂവൽ ഓഫ് ഡയറക്ടർ ആദിത് എന്ന് പറയണം. പക്ഷെ യു നീഡ് നോട്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് ദ റീസൺ. ഇപ്പോൾ ആദിത് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടറിനെ മാറ്റാനായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ EGM ആണെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ട് മാറ്റുന്നു, ആദ്യത്തേത് തെറ്റെന്താണ്, എന്താണ് അവിടുത്തെ പ്രശ്നം എന്നങ്ങനെ റീസണും ലോജിക്കും ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ മാറ്റർ പറയണം. അല്ലാതെ നമുക്ക് വിത്തൗട്ട് എ മാറ്റർ നേക്കഡ് അജണ്ട വെച്ചുകൊണ്ട് നമുക്ക് രഹസ്യ ചർച്ച നടത്താൻ അതിന് നമ്മൾ കമ്പനീസ് ആക്ടിൽ നമുക്ക് വകുപ്പില്ല. യു ഹാവ് ടു ഡിസ്ക്ലോസ് the matter which you want to discuss at the proposed EGM. ഈ EGM-ൽ എന്ത് ഐറ്റമാണ് ചർച്ച ചെയ്യാൻ പോകുന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്ടർമാർക്ക്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിക്വസ്റ്റ് റിട്ടേൺ ആയിട്ട് കൊടുക്കാം. ഒപ്പിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ബോർഡ് നിങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചു തരും, അല്ലേ? പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഇങ്ങനത്തെ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതവിടെ പറയുന്നുണ്ട് 1/10 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ അല്ലെങ്കിൽ 1/10 ഓഫ് ദ വോട്ടിംഗ് പവറോ. അതായത് 1/10 എന്ന് പറയുമ്പോൾ 10% എന്ത് വേണം, മിനിമം ഷെയർ ഹോൾഡിംഗ് ഉള്ളവർക്ക് മാത്രമേ ഇത് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റൂ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, അടുത്തത് ഞാൻ പറഞ്ഞു മാറ്റേഴ്സ് സെറ്റ് ഔട്ട് ഫോർ കൺസിഡർ റിക്വസ്റ്റ്. ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് ലെറ്ററിൽ എന്ത് മാറ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ബട്ട് യു നീഡ് നോട്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് ദ റീസൺ or justification or logic behind the same, but you have to disclose the matter which you have. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോട്ടീസ് അയക്കണ്ടേ, അല്ലേ സഞ്ജു? നോട്ടീസ് അയക്കുമ്പം എന്ത് മാറ്റർ ചർച്ച ചെയ്യാണെന്ന് പറഞ്ഞ് അയക്കണ്ടേ? ഇപ്പം പ്രാക്ടിക്കലി എങ്ങനെയാണ്, ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് 10% മുകളിൽ ഷെയർ ക്യാപിറ്റൽ വെച്ചുള്ള ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് ബോർഡിന് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് മറ്റുള്ള ഷെയർ ഹോൾഡർ എല്ലാം അറിയണ്ടേ മീറ്റിംഗ് നടക്കാൻ പോകുന്നില്ല. അപ്പം ബോർഡ് എന്ത് ചെയ്യുന്നു, അത് പരിശോധിച്ച് നോക്കിയിട്ട് അതൊക്കെ ഓക്കെ, അവർ ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടി ഒരു ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് വയ്ക്കുന്നു. അതാണല്ലോ നടക്കുന്നത്. ആ മീറ്റിംഗിൽ നോട്ടീസ് അയക്കണ്ടേ? EGM-ന് നോട്ടീസ് അയക്കുമ്പോൾ അതിൻ്റെ ഐറ്റം പറയണ്ടേ, സ്പെഷ്യൽ ബിസിനസ് എന്താണെന്ന് പറയണ്ടേ, അതിന് ഡീറ്റെയിൽസ് പറയണ്ടേ, അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൊടുക്കാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഐറ്റമാണ് അല്ലെങ്കിൽ എന്ത് മാറ്ററാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, നൗ ദ മോർ ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, ടൈം പീരീഡ് ഫോർ കോളിംഗ് ദ മീറ്റിംഗ്. അപ്പോൾ തോന്നും പോലെ ഡയറക്ടർ ബോർഡിന് ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിയാൽ
നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും എന്നൊരു ആറ്റിറ്റ്യൂഡ് പറ്റത്തില്ല. ദി കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 100 സബ്സെക്ഷൻ 2 റിക്വസിഷൻസ് മീറ്റിംഗ് പ്രൊവിഷനിൽ തന്നെ എത്ര ദിവസത്തിനകത്ത് അകത്ത് ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിയാൽ എത്ര ദിവസത്തിനകത്ത് ഡയറക്ടർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത്തരം ഒരു EGM വിളിച്ചു കൂട്ടണമെന്ന് നിയമത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാം. Time period for calling the meeting. The board is required to proceed to call a meeting within 21 days from the date of receipt of a valid requisition, to convene a meeting which should be held within 45 days of such deposit of the requisition with the company. So this is very critical and very important practically. So please, all students may please read this, and Sanju will explain this. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് Sanju explain ചെയ്യാം. Okay, please all read that in your mind and Sanju will explain that. Sanju? Yes, sir. Please explain it. Yes. Sir, ഒരു ബോർഡ് ഒരു മീറ്റിംഗ് വിളിക്കേണ്ട ടൈം ഒരു വാലിഡ് റിക്വസിഷൻ വന്ന ഡേറ്റ് തൊട്ട് വിത്തിൻ 21 ഡേയ്സ് വിളിക്കുകയും പിന്നെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിലും 45 ഡേയ്സിനുള്ളിൽ കമ്പനിയായിട്ടുള്ള റിക്വസിഷനിൽ നടത്തണം. അത് ശരിയായില്ലല്ലോ. പ്ലീസ് അപ്ലൈ യുവർ മൈൻഡ്. 45, 21 വ്യത്യാസമാണോ ഒന്നാണോ? ഞാനൊരു അതിനെ സഞ്ജു ഐ ഗിവ് യു എ സിമ്പിൾ, ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. ജൂലൈ 1-ാം തീയതി ബോർഡിന് റിക്വസ്റ്റ് കിട്ടിയെന്ന് വയ്ക്കുക. എന്നാണ് മീറ്റിംഗ് നടത്തേണ്ടത്? എന്നിനകം മീറ്റിംഗ് നടത്തണം. 21 days. No, you are not applying your mind. വായിച്ചില്ല. എന്നിട്ട് വായിച്ചു നോക്ക്. സൗമ്യ പറഞ്ഞേ. സർ, ജൂലൈ 21 മുന്നേ ആയിട്ട് മീറ്റിംഗ് വിളിക്കണം. ശേഷം റിക്വസിഷൻ കിട്ടി 45 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് കൺവീൻ ചെയ്യിപ്പിക്കാം. ശരി, 45-ന്റെ അകത്താണോ 21? അതെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ജൂലൈ 1 വെച്ച് പറഞ്ഞേ, ജൂലൈ 1-ന് റിക്വസ്റ്റ് കിട്ടിയെങ്കിൽ എന്നിട്ട് യു ഗിവ് മി എ ഡേറ്റ് as to when the meeting has to be held. That's my question. മീറ്റിംഗ് നടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാ? നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഓഗസ്റ്റ് before August 14. Before August 14, like 15, whatever may be, technically 31 ദിവസം ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് എന്റെ പോയിന്റ്. അതായത് ജൂലൈ 21-നകത്ത് മീറ്റിംഗ് നടത്താനുള്ള നടപടികൾ എടുത്തിരിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈസ് റിക്വയർഡ് ടു പ്രൊസീഡ് ടു കോൾ എ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജു കണ്ടോ? പ്രൊസീഡ് ടു കോൾ എ മീറ്റിംഗ് നടത്താൻ പറഞ്ഞിട്ടില്ല. 20 ദിവസം ടൈം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ആ മീറ്റിംഗ് എന്ന് നടക്കണം? റിക്വസ്റ്റ് കിട്ടി 45 ദിവസം നടന്നിരിക്കണം. അതിനർത്ഥം ജൂലൈ 1-ാം തീയതി നോട്ടീസ് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂലൈ 21-ാം തീയതിക്കകത്ത് മീറ്റിംഗ് നടത്താനുള്ള നടപടികൾ എടുത്തിരിക്കണം. അതായത് നോട്ടീസൊക്കെ കൊടുത്തിരിക്കണം. എന്നിട്ട് ഓഗസ്റ്റ് 14-നകത്ത് ആ മീറ്റിംഗ് നടത്തുകയും വേണം. ദാറ്റ് മീൻസ് 45 ഡേയ്സിന്റെ അകത്താണ് ആദ്യത്തെ 21 ദിവസം, പിന്നെ ബാക്കി 23 ദിവസം കൂടെ ഉണ്ട്. ശരിയല്ലേ?
Am I right? ശരിയല്ലേ സഞ്ജു? സർ അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ സർ. അപ്പൊ 45 ഡേയ്സിന്റെ അകത്താണോ 21 ഡേയ്സ് വരുന്നത്? അതാണ്. കാരണം രണ്ടും റൺ ചെയ്ത് തുടങ്ങുന്നത് നമ്മളെ നോട്ടീസ് റിക്വസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് നിന്നാ. മനസ്സിലായോ? 21 ദിവസം കണ്ടുപിടിക്കേണ്ടതും 45 ദിവസം കണ്ടുപിടിക്കുന്നതും എവിടെന്നാ? ഡേറ്റ് ഓഫ് റിക്വസ്റ്റ് കിട്ടിയ ദിവസം. നമ്മളെ എക്സാമ്പിൾ എന്നാ ആ ഡേറ്റ്? ജൂലൈ 1. അതാണ് പോയിന്റ്. അവിടെയാണ് പോയിന്റ്. അവിടെയാണ് കുട്ടി, ഞാൻ പറഞ്ഞു ക്വൈറ്റ് നാച്ചുറൽ, പലർക്കും ഉള്ള കൺഫ്യൂഷൻ അതാണ്. ഈ ഡേറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ ഇത് പഠിക്കുന്നത് 21 ദിവസം പ്ലസ് 40 ദിവസം. അങ്ങനെ അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് രണ്ടും കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ നോട്ടീസ് ഡെപ്പോസിറ്റ് ചെയ്ത ദിവസം. നമ്മൾ എക്സാമ്പിൾ. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ പഠിച്ചു വെക്കുക. എക്സാമ്പിളിന് ജൂലൈ 1-ാം തീയതി ബോർഡിന് നോട്ടീസ് കിട്ടിയാൽ 21-ാം തീയതിക്കകത്ത്, ജൂലൈ 21-ാം തീയതിക്കകത്ത് നടപടികൾ എടുത്തിരിക്കണം. അതിനകത്ത് നോട്ടീസ് കൊടുത്തിരിക്കണം. എന്നാൽ ആ മീറ്റിംഗ് 45 ദിവസം നടത്തും വേണം. എന്നിൽ നിന്നും ജൂലൈ 1-ാം തീയതിക്കകത്ത് നിന്നും അവിടെ തൊട്ട് ഓഗസ്റ്റ് 14 ഡ്യൂ ഡേറ്റ്. 40 ദിവസം. പറഞ്ഞ മനസ്സിലായി? അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ 45 ഡേയ്സിന്റെ അകത്താണ് ആദ്യത്തെ 21 ദിവസം. ഇത് ക്ലിയർ ആയോ? ഇനി ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയത്. ദ ബോർഡ് is required to proceed to call a meeting within 21 days. Proceed to call a meeting എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെന്നാ? From the date of receipt of a valid request. To convene a meeting which should be held within 45 days of such deposit of the request with the company. ആ കമ്പനിയിൽ റിക്വസ്റ്റ് കൊടുത്ത് 40 ദിവസം നടത്തുമാണ്. So 45 days in total. First 21 days is for preparing for the meeting or proceeding for the meeting, and ultimately the meeting should happen within 45 days from the date of request of the notice. Adit clear ano? Pradeep clear ano? Yes, sir. Yeah. Yeah. So this is very critical. Exam point of view, very, very critical. Not only for exam point of view, in many companies while you work, so because these are established laws ആണ്. ഞാൻ പലപ്പോഴും ജനറൽ മീറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ ഇന്നലത്തെ ബാച്ചിലും ഇന്നലെ വേറൊരു ബാച്ചായിരുന്നു, അവിടെ ഞാൻ പറഞ്ഞു, ഈ ബാച്ചിൽ ഞാൻ വീണ്ടും പറയാണ്, ഇത് നിങ്ങൾ ഇവിടെ പഠിക്കുന്നതേ ഉള്ളൂ. CS പ്രൊഫഷണൽ പ്രോഗ്രാമിന് കമ്പനിയിലോ പഠിക്കാനില്ല, അങ്ങനെ ഒരു പേപ്പറും ഇല്ല. ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ESG പേപ്പറിൽ വരും, ഗ്രൂപ്പ് 1-ൽ, അത് ഒഴിക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് പഠിക്കുന്നതാണ് നിങ്ങളുടെ, ഞാൻ പറയത്തില്ല, നിങ്ങളുടെ കരിയറിലെ തന്നെ ദ ലേണിംഗ് പ്രോസസ്. സോ ഇത് പതിയണം, മനസ്സിൽ പതിയണം. ആൻഡ് ഐ വിൽ ടേക്ക് ഓൺലി ക്യാപ്സ്യൂളായിട്ട് പഠിപ്പിച്ച് പോകുന്ന, വാരി വലിച്ച് ലെക്ചർ ചെയ്ത് പോകാറില്ല. കഴിഞ്ഞ ക്ലാസ് ഏജ് നോക്കി, ഇന്ന് ഏജ് നോക്കി, അങ്ങനെ വളരെ ക്യൂട്ടായിട്ട് എന്താണ് പാർട്ടായിട്ടാണ്. അത് അത്രത്തോളം പതിയാനും അതനുസരിച്ച് പഠിക്കാനും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾ എഫേർട്ട് ഈസ് അൾട്ടിമേറ്റ്ലി ഫോർ യുവർ സക്സസ്. ആൻഡ് ഹൂവർ ലിസൺസ് ദിസ് ക്ലാസ്, മേ ബി അറിയാലോ, പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത് കൊടുക്കുമ്പോൾ അവർ കേൾക്കുന്നവർക്ക് ഇത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവണം. ബിക്കോസ് ദ പോയിന്റ് ഈസ്, സി ദീസ് കമ്പനി ലോ, പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാമോ, അതും കൂടെ കേൾക്കണം. അന്നെന്ന് വെച്ചാൽ കമ്പനി ലോ നമ്മൾ അത്രത്തോളം തറവായില്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചങ്ങ് പോകും, പാസ്സാവൊക്കെ ചെയ്യില്ല എന്ന് പറയും. നമ്മൾ 46, 50, 52 ഒക്കെ എടുത്ത് ഒരുപാട് കുട്ടികൾ പാസ്സായി പോകും. കാരണം എന്താണെന്ന് പറയുമ്പോൾ സഞ്ജു, ഫൈനലിലെ ഫസ്റ്റ് പേപ്പർ കമ്പനി ലോ ആണ്. അന്ന് ഫൈനലിലാണ് വിളിക്കുന്നത് കേട്ടോ, അതാണ് ഏറ്റവും രസം. കമ്പനി ലോ സെക്കൻഡ് പേപ്പറും കമ്പനി ലോ ആണ്. അഡ്വാൻസ്ഡ് കമ്പനി ലോ 1, സെക്കൻഡ് പേപ്പർ അഡ്വാൻസ് കമ്പനി ലോ 2, അങ്ങനെ 200 മാർക്കിന് 100 മാർക്കിന് എഗെയിൻ കമ്പനി ലോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിഫൈൻ ചെയ്ത് പോകും. ഇപ്പോഴത്തെ സിലബസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, കുഴപ്പമൊന്നുമല്ല, പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടേ ഇല്ല. ബോർഡ് മീറ്റിംഗ്, ബോർഡിൻ്റെ സബ് കമ്മിറ്റീസ്, ബോർഡിൻ്റെ പവേഴ്സൊക്കെ വീണ്ടും GST പേപ്പറിൽ വരും. അതൊരു, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോഴും ഞാനതിലൊരു റിസർവേഷൻ ഉണ്ട്. CS പ്രൊഫഷണലിൽ ഒരു പേപ്പറെങ്കിലും അഡ്വാൻസ്ഡ് കമ്പനിലോ വെച്ചിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും പ്രാക്ടിക്കൽ ആസ്പെക്ട്സും ഇൻ്റർപ്രിട്ടേഷനൊക്കെ വേണമെന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇപ്പോൾ ഞാനൊരു PCS എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനിയിൽ 3 വർഷം വർക്ക് ചെയ്ത് മനസ്സിലാക്കുന്നു, നല്ലൊരു ശതമാനം സ്റ്റുഡൻസും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ടച്ചേ വിട്ട് കാണും. മനസ്സിലായില്ല. കാരണം അവർ പിന്നെ ഫൈനലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫൈനലൊന്നും ഇതില്ല പഠിക്കാൻ. അപ്പോൾ എത്രയായാലും കുട്ടികൾക്ക് അതിൻ്റെയുള്ള ഓർമ്മ കുറയും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പ്രാക്ടിക്കൽ അപ്രോച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാം, ഇപ്പോൾ നമ്മളെ ബാച്ച് 2-3 വേറെ കുട്ടികളുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് പാസ്സായ കുട്ടികളാണ് ആലോചിക്കുന്നത്. കാരണം അവർ അറ്റൻഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ അവർ കുറച്ച് ക്രിട്ടിക്കലായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ലോ. കാരണം അവർക്ക് ഡയറക്റ്റായിട്ട് ട്രെയിനിങ് ഓഫീസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റും. ഫൈനൽ കുറച്ചൊരു ക്വാളിറ്റി ആയിട്ട് പഠിക്കാനും. പിന്നെ ഞാൻ പറഞ്ഞു, എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പിന്നെ 1.5 വർഷമേ ഉള്ളൂ മാക്സിമം ഫൈനൽ ക്വാളിഫൈ ചെയ്യാനായിട്ട്. പെട്ടെന്ന് കമ്പാരിറ്റീവ്ലി പ്രൊഫഷണൽ ക്വാളിഫൈ ചെയ്യുന്നു, നിങ്ങൾ യു ആർ ഫിറ്റ് ടു ദ ജോബ്. സോ ഐ എം ജസ്റ്റ് അഡ്വൈസിങ് യു. സോ പ്ലീസ് യൂട്ടിലൈസ് ദീസ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ്.
എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല കരിയറിനും ഭയങ്കര ഉപയോഗപ്പെടും. പിന്നെ ഞാൻ പറയുന്നത് സെറ്റിൽഡ് ലോ എന്ന് പറയും, കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഭാഷ. സെറ്റിൽഡ് ലോ എന്ന് വെച്ചാൽ ഇതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ ഒന്നുമില്ല, ഇതാണ് ഫൈനൽ. അത് കേട്ട് ഒരിക്കലും മനസ്സിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറത്തില്ല. സോ ദിസ് ഏരിയ ഈസ് കമ്പാരിറ്റീവ്ലി വെരി ഇമ്പോർട്ടൻറ്റ്. റിക്വസിഷൻസ് മീറ്റിംഗ്, റിക്വസ്റ്റ് കൊടുത്ത് ബോർഡ് വാലിഡ് ആയിട്ട് റിക്വസ്റ്റ് ആണെങ്കിൽ 21 ദിവസത്തിനകത്ത് നടപടിയെടുക്കണം മീറ്റിംഗ് കൂടാനായിട്ട്. റിക്വസ്റ്റ് കിട്ടി, അതുപോലെ റിക്വസ്റ്റ് കിട്ടി 40 ദിവസത്തിനകത്ത് ആ മീറ്റിംഗ് നടത്തും. I think it's clear. Now, it is very interesting to note section 100 subsection 4. നമ്മളിപ്പോൾ 100 നോക്കിക്കൊണ്ടിരിക്കുന്നത്. 101 കഴിഞ്ഞു, ബോർഡ് വിളിക്കുന്നത്. 102 റിക്വസ്റ്റ്, അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്. 104 is very, very interesting. Now the question is about if the board does not convene such a meeting within the time limit, or they are not within the time limit കഴിഞ്ഞ് നടത്താൻ പറ്റത്തില്ലല്ലോ. ബോർഡ് റിക്വസിഷൻസ് ആവശ്യപ്പെട്ടതുപോലെ, റിക്വസ്റ്റ് കൊടുത്തതുപോലെ ഒരു EGM വിളിച്ച് കൂട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊതുവേ ഇത്തരം റിക്വസ്റ്റുകൾ കൊടുക്കുന്നത് ഡയറക്ടർമാരെ മാറ്റാനോ MD മാറ്റാനോ ഇങ്ങനെയൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും തർക്കം വരാൻ സാധ്യതയുള്ള ചില അജണ്ടയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ചുമ്മാ മീറ്റിംഗ് വിളിക്കാൻ പറയൂ, ഇല്ലല്ലോ. അപ്പോൾ there is some sensitive, maybe some corporate governance issue or mismanagement or something is happening. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ പലപ്പോഴും ബോർഡ് എന്ത് ചെയ്യാറില്ല, ഇത്തരം മീറ്റിങ്ങിനോട് ഒരു സഹകരണ മനോഭാവം കാണിക്കാറില്ല. സോ ദ ബോർഡ് മേ നോട്ട് കോഓപ്പറേറ്റ്. സോ ദാറ്റ് ഈസ് വൈ സെക്ഷൻ 100 subsection 4 says that if the board does not convene such a meeting which we discussed earlier, then the shareholders themselves എങ്കിൽ ഈ റിക്വസിഷൻസിന് സ്വമേധയായിട്ട് എന്ത് വിളിച്ചു കൂട്ടാം? മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. എനിക്ക് തോന്നുന്നു കമ്പനി ലോയുടെ കമ്പനി ജൂറിസ്പ്രുഡൻസിൽ ഏറ്റവും ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും കൂടുതൽ പവർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് 100 subsection 4. കാരണം അവർക്കൊരു മീറ്റിംഗ് വേണമെന്നുള്ള ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടിട്ട് ഡയറക്ടർ ബോർഡ് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവർക്ക് സ്വമേധയായിട്ട് മീറ്റിംഗ് കൂടാൻ പറ്റും. അതാണ് ഏറ്റവും രസകരമായ സംഭവം, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. I will read. If the board does not within 21 days from the date of the receipt of a valid request in the request of any matter proceed to call a meeting. സഞ്ജു കണ്ടോ, proceed to call ആണ്. മീറ്റിംഗ് നടത്താനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ for the consideration of that matter on any day not later than 45 days from the receipt of the such requisition, the meeting may be called and held by the requisitionists themselves. എങ്കിൽ ആ റിക്വസിഷൻസ് സ്വമേധയായിട്ട് മീറ്റിംഗ് കൂടും. However, in such case the meeting should be held within a period of 3 months from the date of the requisition. അപ്പോ ബോർഡ് സഹകരിച്ചില്ലെങ്കിൽ, ബോർഡ് അത്തരം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ കുട്ടികളെ എന്ത് സംഭവിക്കും? റിക്വസിഷൻസിന് സ്വമേധയായിട്ട് മീറ്റിംഗ് വിളിക്കാം. അതിനൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്, അത് 3 months ആണ്. ആ ഡേറ്റും റൺ ചെയ്ത് തുടങ്ങുന്നത് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതാണ് ഏറ്റവും രസം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ അതും ജൂലൈ 1 റൺ ചെയ്ത് തുടങ്ങും, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് ഈ റിക്വസ്റ്റ് കൊടുത്ത ആൾക്കാർക്ക് പോലും ഡയറക്ടർ ബോർഡ് സമ്മതിച്ചില്ലെങ്കിൽ, സഹകരിച്ചില്ലെങ്കിൽ സ്വമേധയായിട്ട് മീറ്റിംഗ് കൂടാം. അതിനും ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അത് 3 മാസമാണ്. ആ 3 മാസവും റൺ ചെയ്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? റിക്വസ്റ്റ് കൊടുത്ത ദിവസം നിന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ ജൂലൈ 1. ഓക്കെ. അപ്പോൾ ഇവിടെ പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്, അങ്ങനെ നമ്മൾ സ്വമേധയായിട്ട് വിളിച്ച് കൂട്ടുന്ന മീറ്റിങ്ങിന് നിയമസാധുത ഉണ്ടല്ലോ. സെക്ഷൻ 100 subsection 4 പറയുന്നുണ്ടല്ലോ, കമ്പനീസ് ആക്ട് ഗീവ്സ് the authority to the shareholders to convene such meetings. So section 100 subsection 4 give the authority to the shareholders to convene themselves a meeting, and such a meeting will be regarded as a proper EGM and the decisions taken at the meeting will be valid. മനസ്സിലായില്ലേ? ഇനി 1-2 അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കിയിട്ട് ഞാൻ ചെറിയൊരു ബ്രേക്ക് തരാം. Requisition for convening meeting with members. The members may requisition convening of an extraordinary meeting by providing such requisition writing. Already പറഞ്ഞ കാര്യമാണ്. Electronic mode or at least 21 days proposed data ഒന്നും വേണ്ട. Reimbursement of expense. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്വസിഷൻസ് സ്വമേധയായിട്ട് മീറ്റിംഗ് വിളിക്കുമ്പോൾ ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് നടത്തും?
അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആരും ഒരുക്കി കൊടുക്കും? അതിന് പൈസ ചിലവാകും അല്ലേ? സ്വാഭാവികമായിട്ട് ഒരു ഹോൾ എടുക്കുക, റെന്റ് കൊടുക്കണം, സ്വാഭാവികമായിട്ടും ഭക്ഷണം, ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റേഷനറി, പെന്ന് പെൻസിൽ എഴുതാനും ഉള്ള പേപ്പർ അല്ലേ, അല്ലെങ്കിൽ റൈറ്റിംഗ് പാഡ്. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പം ഇതാര് ചെയ്യും? അതെല്ലാം റിക്വസിഷൻസ് അറേഞ്ച് ചെയ്യും. പക്ഷേ അതിനുണ്ടാവുന്ന റീസണബിൾ എക്സ്പെൻസസ് ആദ്യം റിക്വസിഷൻസ് സ്വമേധമായിട്ട് കൊടുക്കും. എന്നിട്ട് അത് കമ്പനിക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് കമ്പനി അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ഷെയർ ഹോൾഡേഴ്സിന് തന്നെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കമ്പനി ആ പൈസ ഇത്തരം മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ സഹകരിക്കാത്ത, ഡീഫോൾട്ട് വരുത്തിയ ഡയറക്ടർമാർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൽ നിന്നോ ഫീസിൽ നിന്നോ ഈടാക്കും. ഉദാഹരണം പറഞ്ഞാൽ എ ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. എ ലിമിറ്റഡിൽ 10 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചേക്കണേ, എ ലിമിറ്റഡ് 10 ഡയറക്ടേഴ്സ്. അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് 10% ഷെയർ വെച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് ഒരു റിക്വസിഷൻ മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കമ്പനി, അതായത് ബോർഡ്, അത് നടത്തി കൊടുക്കുന്നില്ല. അപ്പോൾ 100 സബ്സെക്ഷൻ 4 പ്രകാരം റിക്വസിഷൻസ് സ്വമേധയായിട്ട് അവർ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ബാങ്ക്വറ്റ് ഹാളിലോ ബുക്ക് ചെയ്തിട്ട് ആ മീറ്റിംഗ് നടത്തുന്നു. ആ ബാങ്ക്വറ്റ് ഹാൾ എക്സ്പെൻസ് ആവുന്നു, ഫുഡ്, മറ്റേ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ്, റീസണബിൾ എക്സ്പെൻസ് എന്നല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 85,000 രൂപ ആയി, ഹോൾ റെൻറ്റും ഫുഡും മറ്റുള്ള സ്റ്റേഷനറി മറ്റുള്ള കാര്യങ്ങൾ ഒരു 85,000 rupees ആയി എന്ന് വയ്ക്കുക, എക്സാമ്പിൾ. സോ ആയിട്ട് അവിടെ പൈസ കൊടുക്കണം. അപ്പോൾ റിക്വസിഷൻ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ബില്ലൊക്കെ ആർക്ക് അയച്ചു കൊടുക്കും? കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. കമ്പനി അത് ആര് കൊടുക്കുന്നു? ഷെയർ ഹോൾഡേഴ്സിന് ആരെ കയ്യിൽ നിന്നാണോ പൈസ ചിലവായത് അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും, തിരിച്ചു കൊടുക്കുന്നു. കമ്പനി എന്നിട്ട് ഈ സെക്ഷൻ 100 പ്രകാരമുള്ള പവർ യൂസ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടും ഏതൊക്കെ ഡയറക്ടർമാരാണോ ഇത് സഹകരിക്കാത്തത്, മാറി നിന്നത്, അല്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തിയത്, ഫോർ എക്സാമ്പിൾ നമ്മൾ 10 ഡയറക്ടേഴ്സ് ആണെങ്കിൽ അതിൽ 6 ഡയറക്ടർമാരാണ് സമ്മതിക്കാത്തതെങ്കിൽ ആ 6 ഡയറക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നോ അവർക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും സിറ്റിംഗ് ഫീയോ മറ്റുള്ള ഫീസിൽ നിന്നും ഈ പൈസയെ വസൂലിക്കും. ഈ പൈസയെ എന്ത് ചെയ്യും? ഈടാക്കണം എന്നാണ് ലോയിൽ പറഞ്ഞത്. എന്ത് രസമല്ലേ? അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്നാണ്, ഷെയർ ഹോൾഡേഴ്സിനെ മീറ്റിംഗ് കൂടാനായിട്ട് ഉള്ള അവരുടെ അവകാശത്തിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. വളരെ ലെജൻഡറി ആയിട്ടുള്ള ഹോണറബിൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. LIC വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡ്. നിങ്ങൾക്ക് കുറിച്ച് വയ്ക്കാം. എന്താണ് LIC വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡിലെ? എസ്കോട്ട്സ് അറിയാലോ, ഇപ്പോഴത്തെ പഴയ യമഹ ബൈക്കിൻ്റെയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന കമ്പനിയാണ് എസ്കോട്ട്സ് ലിമിറ്റഡ്. ആ കേസ് ലോയിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി ഒരു വെർഡിക്റ്റിൽ പറയുന്നുണ്ട്. ആ വെർഡിക്റ്റിൽ പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് കൂടാനുള്ള അവകാശത്തിന് ഒരു രീതിയിൽ തന്നെ ഡയറക്ടർമാർ തടസ്സപ്പെടുത്തുകയോ റിസ്ട്രെയിൻ ചെയ്യാനോ പാടില്ല. അത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് നോട്ട് ബി റെസ്ട്രെയിൻഡ് ടു കൺവീൻ എ മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് കൂടാനുള്ള അവകാശത്തിന് തടസ്സപ്പെടുത്താൻ പാടില്ല. ഇതുപോലെ ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയായിട്ട് മീറ്റിംഗ് കൂടുമ്പോൾ പലപ്പോഴും അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ഡയറക്ടർമാർ ശ്രമിക്കും. അവർക്ക് ഹാള് കൊടുക്കാതിരിക്കുക, ഹാള് ബുക്ക് ചെയ്തിരിക്കുന്ന ഹാളിൽ അവിടെ വിളിച്ച് പറയുക, ഈ ഷെയർ ഹോൾഡേഴ്സിനൊന്ന് മീറ്റിംഗ് വിളിക്കാനായിട്ട് അല്ലെങ്കിൽ മീറ്റിംഗ് നടത്താൻ സൗകര്യം കൊടുക്കരുതെന്ന് പറയുക. ഇത്തരത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് കൂടാനുള്ള അവകാശത്തിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് ഹോണറബിൾ അപ്പെക്സ് കോർട്ടായ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് LIC വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡ് എന്ന കേസ് ലോയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കോട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പൈസയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ റിക്വസിഷൻസ് മീറ്റിംഗിൽ പോലും കോറം കഴിഞ്ഞില്ലെങ്കിൽ, അതാണ് മനസ്സിലായോ? ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർമാർക്ക് ആവശ്യപ്പെട്ടു, ഡയറക്ടർമാർ മീറ്റിംഗ് വിളിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ മീറ്റിംഗ് വിളിച്ചു. പക്ഷെ ആ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിംഗ് ദിവസം ആ മീറ്റിംഗ് സമയം കോറം കഴിഞ്ഞില്ലെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസൽ ആയിപ്പോയി. ചിലപ്പോൾ അങ്ങനെ വിവാദ മീറ്റിങ്ങുകളായിരിക്കും അല്ലേ, വിവാദം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വിചാരിക്കും, പോകണ്ട നമുക്ക് തലവേദനയാവും,
നമ്മളവിടെ പോയ ഡയറക്ടർമാർ എന്തുവരെയും എന്തെങ്കിലും ഭീഷണികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പ്രാക്ടിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ 100 സബ്സെക്ഷൻ 4 പറയുന്നുണ്ട്, റിക്വസിഷൻസ് മീറ്റിംഗിൽ കോറം തികഞ്ഞില്ലെങ്കിൽ, അതായത് റിക്വസിഷന് പോലും എത്തിയില്ല എന്നർത്ഥം അല്ലേ, കോറം നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും കോറമൊക്കെ, അത് എത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് പിന്നെ വാലിഡിറ്റി ഇല്ല, ആ മീറ്റിംഗ് എന്തായി പോകും, അഡ്ജേൺമെന്റ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല, മറിച്ച് ആ മീറ്റിംഗ് ക്യാൻസൽ. ക്ലിയർ? എനി ക്ലാരിഫിക്കേഷൻ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് ഇന്നത്തത്. EGM ഞാൻ പറഞ്ഞു, EGM എന്ന് പറയുന്നത് ചോദിച്ചോളൂ. ആരാ? സർ, എനിക്ക് ലാസ്റ്റ് കോറം പറഞ്ഞതിനകത്തൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. സർ, സർ കോറനകത്ത് ഇപ്പം ആ ദിവസം അത്രയും പേര് വന്നില്ലെങ്കിൽ സർ ക്യാൻസൽ, അത് കഴിയുമ്പോൾ ഇത് വീണ്ടും നടത്താൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അതാണ് അഡ്ജേൺമെന്റ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ക്രിട്ടിക്കാലിറ്റി. അങ്ങനെയാണ് നമ്മൾ ജനറൽ മീറ്റിംഗിൽ കോറം പിന്നെ പഠിക്കും. ബോർഡിന്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ കോറം പഠിച്ചതാണ്. ഇവിടുത്തെ പ്രശ്നം ഫോർ എക്സാമ്പിൾ സഞ്ജു ചോദിച്ചതുകൊണ്ടൊന്നൊരു ക്ലാരിഫൈ ചെയ്ത് പറയാം. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ 24-ാം തീയതിയാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. റിക്വസിഷൻ സ്വമേധയായിട്ട് മീറ്റിംഗ് വിളിക്കുന്ന മീറ്റിംഗ് ആണ്. അന്ന് 10 മണിക്കാണ് മീറ്റിംഗിന് നമ്മൾ നോട്ടീസൊക്കെ അയച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്തു. 24-ാം തീയതി രാവിലെ 10 മണിക്ക് വന്നു. കോറം ചെക്ക് ചെയ്യേണ്ട സമയം നമുക്കറിയാം, അരമണിക്കൂറാണ്. അരമണിക്കൂറായിട്ട് പോലും കോറം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ മീറ്റിംഗ് ഇല്ല, പിന്നെ അത് അഡ്ജോൺ ചെയ്ത് അടുത്ത ആഴ്ച എന്നുള്ള ലോ അവിടെ ആപ്ലിക്കബിൾ അല്ല. റിക്വസിഷനിസ്റ്റ് മീറ്റിംഗിൽ റിക്വസിഷനിസ്റ്റ് ദംസെൽസ് വിളിച്ച മീറ്റിംഗിൽ കോറം ഇല്ലെങ്കിൽ then the meeting stands cancelled. I hope it is clear. Okay? Yes, sir. Yes, so we will have a small break. കുറച്ച് എടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു മീറ്റിംഗ് പൊതുവെ ജനറൽ മീറ്റിംഗ് വളരെ ക്യാപ്സുൽ ആയിട്ട് എടുക്കത്തുള്ളൂ, so that you get a clear view of that. We will pause for 5 minutes, then we will continue. Okay? അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുറച്ചുകൂടി നോക്കാം. അപ്പോൾ EGM ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ബാക്കിയുള്ള ആൻസറി കാര്യങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അത് ഒപ്പിട്ടിരിക്കണം, അല്ല ചുമ്മാ നമ്മൾ കൊടുത്താൽ പോരാ, ഒപ്പിടണം. ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ റിക്വസിഷനിസ്റ്റ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 50-60 പേര് അല്ലെങ്കിൽ 100 പേരൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും കൂടെ അതിൽ ഒപ്പിടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഷെയർ ഹോൾഡറിനെ അല്ലെങ്കിൽ 1-2 ഷെയർ ഹോൾഡറിന് ഓതറൈസേഷൻ കൊടുത്തിട്ട് അയാൾ ഒപ്പിട്ടാലും മതി. കാരണം 10% ഷെയർ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കമ്പനിയുടെ ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ 10% എന്നുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപ വരും അല്ലേ. അപ്പോൾ കുറേ ഷെയർ ഹോൾഡേഴ്സ് ചേർന്നായിരിക്കും 10% ഷെയർ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ബിഹാഫ് ഓഫ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വേണ്ടി ഓതറൈസേഷൻ കൊടുത്ത് ഒരാളെ കൊണ്ട് ഒരു ഷെയർ കൊണ്ട് ഒപ്പിടിച്ചാൽ മതി. ആ റിക്വസ്റ്റ് ഇലക്ട്രോണിക്കലി ഇമെയിൽ വഴി അറ്റാച്ച്മെൻറ്റ് അയച്ചു കൊടുത്താലും മതി എന്നുള്ളതാണ്. പിന്നെ അതിനും അതുപോലെ തന്നെ നോട്ടീസ് കൊടുക്കണം. അതൊരു മീറ്റിംഗ് ആണോ, വാലിഡ് മീറ്റിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിക്വസിഷൻസ് തന്നെ മീറ്റിംഗ് നോട്ടീസൊക്കെ അയച്ചു കൊടുക്കും, കമ്പനി സെക്രട്ടറിയും ഓതറൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറെല്ലാം എല്ലാ മീറ്റിങ്ങിനും ഉള്ളതുപോലെ തന്നെ, എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനും ഉള്ളതുപോലെ തന്നെ പ്രൊസീജിയർ എന്ത് ചെയ്യണം, നിങ്ങൾ പാലിക്കണം. ഇല്ലെങ്കിൽ അത് വാലിഡിറ്റിയെ ബാധിക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് യു ഹാവ് ടു ഫോളോ ഓൾ ദ പ്രൊസീജിയേഴ്സ്. നൗ കമ്മിങ് ടു ഫോർത്ത് circumstances, that is the meeting convened by the tribunal. ഈ സെക്ഷൻ 98 ആണ്. അതായത് AGMന്റെ പ്രൊവിഷൻ നമ്മൾ ഇതേപോലെ ഒരു പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 97 കഴിഞ്ഞ സെഷനിൽ. യു വിൽ റീകളക്ട് ദാറ്റ് AGM നടത്താനായിട്ട് ഡീഫോൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ വേ ഓഫ് എ പെറ്റീഷൻ ആപ്ലിക്കേഷൻ, then the National Company Law Tribunal will order the company to mandatorily convene a meeting. Same like here also we have a provision in EGM where there is a situation which is impracticable for conducting a EGM. ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ബോർഡിന് പോലും വിളിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഇംപ്രാക്ടിക്കബിൾ സിറ്റുവേഷൻ വരെയാണെന്നുണ്ടെങ്കിൽ, അതിനൊരു ഉദാഹരണം പറഞ്ഞ് ചിലർ ചോദിക്കും എന്താണ് ഒരു എക്സാമ്പിൾ. See, assume that it's a private company where there is only 2 directors. Assume that one director is not here. മീറ്റിംഗ് വിളിക്കണമെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കണമല്ലോ അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ബോർഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബോർഡ് മീറ്റിംഗിൽ വഴിയാണ് ഒരു EGMനെയോ നമ്മൾ AGMോ വിളിച്ചു കൂട്ടേണ്ടത്. അപ്പോൾ ബോർഡിന് പോലും ആക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, കാരണം 2 ഡയറക്ടർ ഉള്ളതിൽ ഒരാൾ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, അല്ലെങ്കിൽ മേ ബി അത് അവർ തമ്മിൽ പിണക്കോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ സോ that single director cannot summon a general meeting, so there is an impracticable situation. അപ്പോൾ അങ്ങനെ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഉണ്ടായിപ്പോയെന്നുണ്ടെങ്കിൽ അഗെയിൻ സെയിം ലൈക്ക് AGM,
Here also, shareholders can approach the National Competition Tribunal to request Honorable Tribunal to convene a meeting. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നടത്തണമെന്നോ അല്ലെങ്കിൽ അണ്ടർ ദ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ നടത്താൻ പറയാം. ഏജിയമിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും the tribunal will also add a condition that a single member present at personally or through proxy can be considered as a valid EGM. ഏജിയമിൽ അതുപോലെ ഉണ്ട്, ഒരു മെമ്പർ എങ്കിലും പേഴ്സണലി പ്രസന്റോ കോറം അല്ലെങ്കിൽ എന്താണ് പ്രോക്സി വഴി അറ്റൻഡ് ചെയ്താലും മതി, ആ മീറ്റിങ്ങിനെ വാലിഡ് മീറ്റിംഗ് ആയിട്ട് കാണാം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. The similar provision is there in section 98. There is section 97 AGM. But if you ask me, sir, what is the difference between section 97 under AGM and 98 under EGM? The main difference is in AGM there is a default in conducting AGM. AGM നടത്താത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ EGMല് ഞങ്ങൾ നടത്താൻ റെഡിയാണ്, പക്ഷേ നടത്താൻ പറ്റുന്നില്ല. That is called as impracticability. So the what you call as the cause of action is different. There it is a default, here it is impracticability. But the law remains the same. So that is very important. I read section 98 provides that if at any reason that it is impracticable to call a meeting of a company or to hold meeting of shareholders of the company other than an AGM, because AGM you already have a provision, the tribunal may either suo motu, somedeato, or on an application by any director or member of a company who would be entitled to vote at a meeting, order a meeting of a company to be called, held and conducted in such manner as the tribunal may deem fit, and give such ancillary consequential directions as the tribunal thinks expedient, including directions modifying, supplementing, etc., etc., etc. Such directions may include a direction that one member of the company present in person or by proxy shall be deemed to be constituted a valid meeting held in person to such a meeting and be duly constituted. അപ്പോൾ ഒരാളുണ്ടെങ്കിൽ പോലും അത് പേഴ്സണൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ പ്രോക്സി വഴി അറ്റൻഡ് ചെയ്താലും മതി, അതിന് വേണമെങ്കിൽ ഒരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കരുതാം എന്ന് കൂടെ ട്രിബ്യൂണൽ പറയും. So the law is similar to section 97. So please make sure that you study the section 97 under section A under AGM and 98 under EGM, very important. But the cause of action is different. There it is a default circumstances. Here it is an impracticable circumstances. There a director cannot go because ഡയറക്ടർമാരാണല്ലോ ഏജിയം വിളിച്ച് കൂട്ടാത്തത്. അതുകൊണ്ട് ഒരിക്കലും ഡയറക്ടർ പോകത്തില്ല. അവിടെ ഏതെങ്കിലും മെമ്പറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രിബ്യൂണൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡയറക്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു 2 ഡയറക്ടറേ ഉള്ളൂ, ഒരു കമ്പനിയിലെ ഒരു ഡയറക്ടർ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു, എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ഡയറക്ടർ അവശേഷിക്കുന്ന റിമൈനിങ് ഡയറക്ടർ വേണമെങ്കിൽ ട്രിബ്യൂണൽ പറയാം, sir, there is a honorable my lordship that here there is an impracticable situation to convene an EGM. It is very, very important and urgent that we require a EGM. So kindly convene. So the tribunal has the power of the law, and tribunal will order for a meeting, and that meeting is a valid general meeting, and the directions നടത്തേണ്ട രീതി and notice അയക്കുന്ന പീരീഡ് അതിനുള്ള മറ്റുള്ള അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ ട്രിബ്യൂണൽ പറയും. And the tribunal will also include a condition or a direction that even a single member personally present or through a proxy can be considered as a valid meeting, and this meeting will also be considered as a legally well constituted meeting. Any doubts here? Soumya, Adit, clear? No, sir. So this is comparatively an important area. Let me see what else to cover today. Yeah. So we'll cover this class meetings also, and we will conclude this session. Okay. So now we had studied EGM ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതിൻ്റെയൊക്കെ നോട്ടീസ്, കോറം, പ്രോക്സി, ചെയർമാൻ, മിനിറ്റ്സ് എല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ സെഷൻസിൽ നമ്മൾ നോക്കും. ഇന്ന് നോക്കിയത് സെക്ഷൻ 100 ആണ്. സെക്ഷൻ 100ൽ AGM അല്ലാത്ത ജനറൽ മീറ്റിങ്ങിനെയാണ് നമ്മൾ EGM എന്ന് വിളിക്കുന്നത്. ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ കറൻസി ഓഫ് ദി ഇയർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും അപ്രൂവൽ എടുക്കേണ്ടി വന്നാൽ AGM വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അത് 4 രീതിയിലാണ് വിളിച്ചു കൂട്ടുന്നത്. ഒന്ന് ഈ ബോർഡിന് വിളിച്ചു കൂട്ടാം, സെക്ഷൻ 100 സബ്സെക്ഷൻ 1, ഇല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം ഷെയർ ഹോൾഡേഴ്സിന്, സെക്ഷൻ 100 സബ്സെക്ഷൻ 2. റിക്വസ്റ്റ് കൊടുത്തിട്ട് ബോർഡ് നടത്തിയില്ലെങ്കിൽ റിക്വസിഷൻസ് അവർ സ്വമേധയുടെ അവർക്ക് തന്നെ മീറ്റിംഗ് വിളിക്കാം, ആണ് 100 സബ്സെക്ഷൻ 4.
And ultimately, if you have a impracticable situation, then you can approach the Honorable Tribunal under Section 98. അപ്പോൾ AGMന്റെ മെയിൻ ലോ കഴിഞ്ഞു, EGMന്റെ മെയിൻ ലോ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസ് മീറ്റിംഗ്സ്. സ്റ്റുഡൻസ്, ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ് പർട്ടിക്കുലർ സെക്ഷൻ ഇല്ല. ക്ലാസ് മീറ്റിംഗ്സ് നടത്തണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ക്ലാസ് മീറ്റിംഗ്സ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതരം മീറ്റിംഗ് ആണ്. സാഹചര്യം ആവശ്യപ്പെട്ടാൽ മാത്രം വിളിച്ചു കൂട്ടേണ്ട ഒരു മീറ്റിങ്ങിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് ബേസിക്കലി 2 ക്ലാസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും 2 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ ഒരു ഡിസ്കഷൻ ഓൾറെഡി നടത്തിയതാണ് ഇതിനെക്കുറിച്ച്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൊതുവെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കിട്ടാനും കമ്പനി അടച്ചുപൂട്ടുമ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നതിലും പ്രിഫറൻസ് കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ, മുൻതൂക്കമുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇല്ലാത്ത സാധാ സീതാ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനെയാണ് കുട്ടികളെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് മാറ്റുകയോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രം ചില അവകാശങ്ങളുടെ റൈറ്റ്സ് വേരി ചെയ്യുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ മതി. അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, ഇത്തരം മീറ്റിങ്ങിനെയാണ് കുട്ടികളെ നമ്മൾ ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. സോ ഇൻ എ ക്ലാസ് മീറ്റിംഗ്സ് we will only send a notice or invite that particular class of shareholders. Likewise, if you are going to vary the rights of equity shareholders, then you will summon a meeting of equity shareholders only, and you will not invite preference shareholders, and then we call as a, this meeting will also be called as a class meetings. In part A of company law, we will study something called as a variation of members' rights എന്നൊരു ഏരിയ നമ്മൾ പഠിക്കും. അവിടെ സെക്ഷൻ 48 എന്നൊരു സെക്ഷൻ നമ്മൾ റെഫർ ചെയ്യും. അവിടെ പഠിച്ചാൽ മതി. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്ലാസ് റൈറ്റ്സ് വേരി ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എന്തിനാണ് വേരി ചെയ്യുന്നതെന്നുള്ള സാഹചര്യം നമ്മൾ അവിടെ പഠിക്കും. അപ്പോൾ അവിടെ പഠിച്ചോ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, അങ്ങനെ വിളിക്കുന്ന പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം വിളിക്കുന്ന മീറ്റിങ്ങിനെയാണ് കുട്ടികളെ നമ്മൾ ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറയും. ഓക്കെ, സോ ക്ലാസ് മീറ്റിംഗ്സ് ആർ റിക്വയർമെന്റ് ബേസ്ഡ് മീറ്റിംഗ്, പെക്യൂലിയർ മീറ്റിംഗ്സ്, which will be called whenever you want to vary the rights attached to a particular class of shareholders, and in that meeting you will only call or you will only invite or you will only send notice to that particular class of shareholders only. Like if you want to vary the rights of equity shareholders, then you will call equity shareholders meeting, where you will not invite preference shareholders, and vice versa. In the case of meeting of, if you want to vary the rights of preference shareholders, you will only call the preference shareholders and not the equity shareholders. And this type of meeting is called as class meetings. So this is a unique situation, and this is this applies practically applies only to meetings where you have a preference shareholders. അല്ലേ, അല്ലാതെ ഒരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മാത്രമുള്ളപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. യു വിൽ കോൾ എ ജനറൽ മീറ്റിംഗ് ആസ് യൂഷ്വൽ എ മീറ്റിംഗ്. So this comes only in a peculiar situation. You just read the thing which I marked. But there are certain circumstances which this is not a cup of tea of today's class, because that is being dealt in section 48 in part A. Okay. Now the main provisions of general meetings is over. And now before we close this session, adjourned meetings ne kurchu കാര്യങ്ങൾ പറയാം. ഇതിലെ പല കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വരുന്നത്. കോറോ ഒക്കെ പഠിപ്പിക്കുമ്പോഴാണ് വരുന്നത്. എങ്കിലും അഡ്ജേൺമെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്ജേൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കുന്നതിനെയാണ് കുട്ടികളെ നമ്മൾ അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ അഡ്ജേൺഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
and you may had heard something called as postponement of meeting. That means മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു മീറ്റിങ്ങിനെ മാറ്റി വയ്ക്കുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ്പോൺമെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ചില പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, നിശ്ചയിച്ചിരുന്ന കല്യാണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. കല്യാണം തുടങ്ങിയില്ലല്ലോ അല്ലേ? അപ്പോൾ അടുത്ത മാസം 10-ാം തീയതിയാണ് കല്യാണം, 4-ാം തീയതിയൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മാറ്റി വയ്ക്കും, അത് വേറൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയും. അപ്പം അതുപോലെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 20-ാം തീയതി വെച്ചിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഒക്ടോബർ 20-ാം തീയതി മീറ്റിംഗ് കൂടാനായിട്ട് എല്ലാവരും വന്നു. ചില കാരണങ്ങൾ കൊണ്ട് മീറ്റിംഗ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിന് ശേഷം മാറ്റി വെച്ചാൽ അത് അഡ്ജോൺമെൻറ്റും. ഒക്ടോബർ 20-ന് മുമ്പ് തന്നെ, ഇന്നിപ്പോൾ 10-ാം തീയതിയോ 12-ാം തീയതിയോ 13-ാം തീയതി തന്നെ നമ്മൾ ഈ വരാൻ പോകുന്ന മീറ്റിംഗ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുന്നത്. സോ യു ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജോൺമെന്റ് ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. I hope it is clear. Now, adjournment happens, at few circumstances. The main circumstances is want of quorum. Quorum തികയാതെ വരുന്നത്, അത് ബോർഡ് മീറ്റിംഗിൽ അതുപോലെ തന്നെയാണ്, ജനറൽ മീറ്റിംഗിൽ അതുപോലെയാണ്. നിശ്ചയിച്ചിരിക്കുന്ന മീറ്റിംഗ് ദിവസം, നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മീറ്റിംഗ് നടക്കാൻ പോകാനായിട്ട് എല്ലാവരും വരുമ്പോൾ അരമണിക്കൂറിൻ്റെ അകത്ത് കോറം തികഞ്ഞില്ലെങ്കിൽ ആ മീറ്റിംഗ് അടുത്ത ആഴ്ച അതേ സമയം അതേ സ്ഥലത്ത് വച്ച് ഒന്നുകൂടി മീറ്റിംഗ് കൂടും. ഇല്ലെങ്കിൽ വേറൊരു ദിവസം ബോർഡ് തീരുമാനിക്കുന്നതനുസരിച്ച്, ബോർഡിന് വേണമെങ്കിൽ നേരത്തെ തീരുമാനിക്കാം അന്ന് മീറ്റിംഗ് ആണ് വരൂല എന്ന് വിചാരിച്ചെന്നുണ്ടെങ്കിൽ വേറൊരു ഡേറ്റ് വയ്ക്കാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അല്ലാത്ത പക്ഷം അടുത്ത ആഴ്ച, ഇന്ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വെച്ചിരുന്ന മീറ്റിംഗ് ആണെങ്കിൽ ഇന്ന് കോറം അരമണിക്കൂറിനകത്ത് തീർന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച അതേ സമയത്ത് വെച്ച് നമ്മൾ വീണ്ടും മീറ്റിംഗ് കൂട്ടും. ഇതേ പ്രൊവിഷൻ ഞാൻ ബോർഡ് മീറ്റിംഗിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം ആ അഡ്ജേൺഡ് മീറ്റിംഗിൻ്റെ അന്നും കോറം കഴിഞ്ഞില്ലെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസലായി. പക്ഷെ ജനറൽ മീറ്റിംഗ് അങ്ങനല്ല. ജനറൽ മീറ്റിംഗിൽ രണ്ടാമത്തെ മീറ്റിംഗ്, അതായത് അഡ്ജേൺ ചെയ്ത ദിവസം കോറമില്ലെങ്കിൽ ഉള്ളവരെ വെച്ച് മീറ്റിംഗ് കൂടും. പക്ഷേ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ്, സ്വമേധയായിട്ട് മീറ്റിംഗ് വിളിക്കുന്ന മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അന്ന് കോറമില്ലെങ്കിൽ റിക്വസിഷൻസ് മീറ്റിംഗിന്റെ കേസിൽ ആ മീറ്റിംഗ് ക്യാൻസലായി. ക്ലിയർ? സഞ്ജു ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം മീറ്റിങ്ങിനെ നമ്മൾ ഓട്ടോമാറ്റിക് അഡ്ജേൺമെന്റ് എന്നാണ് പറയുന്നത്. കാരണം കോറമില്ലെങ്കിൽ മീറ്റിംഗ് വിടാൻ പറ്റൂല. സോ അടുത്ത ആഴ്ച മാറ്റും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ സാഹചര്യം, കോറമുണ്ട്, മീറ്റിംഗ് തുടങ്ങി, ചർച്ചകൾ തുടങ്ങി. പക്ഷെ ഏതെങ്കിലും അജണ്ട ഐറ്റം ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻഫോർമേഷൻ ആവശ്യമുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്, കുറച്ചുകൂടി ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇന്ന് കിട്ടൂല. ചില ഓഡിറ്റർ റിപ്പോർട്ടോ വാല്യുവേഷൻ റിപ്പോർട്ടോ കമ്പനി സെക്രട്ടറിമാരുടെ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് കിടക്കുന്നു, അത് കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് ചെയർമാൻ അഭിപ്രായപ്പെടുകയും മറ്റുള്ള എല്ലാ മെമ്പേഴ്സും ചർച്ച ചെയ്യും, കമ്പനി സെക്രട്ടറിക്ക് പറയുമ്പോൾ ആ കാരണത്താൽ വേണമെങ്കിൽ ആ മീറ്റിങ്ങിനെ എടുത്ത് വേറൊരു ദിവസം വയ്ക്കാം. ആ മീറ്റിങ്ങിന് വന്നിട്ട് വേറൊരു ദിവസം നമുക്ക് വയ്ക്കാം. അങ്ങനത്തെ അഡ്ജേൺമെന്റിനെയാണ് നമ്മൾ നീഡ് ബേസ്ഡ് അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നീഡ് ബേസ്ഡ് ആയിട്ട് നമ്മളൊരു അഡ്ജേൺമെന്റ് വയ്ക്കുമ്പോൾ ആ മീറ്റിംഗ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിളിച്ച് വീണ്ടും കൂട്ടണം. അതിന് 3 days എങ്കിലും അറ്റ്ലീസ്റ്റ് നോട്ടീസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് അഡ്ജേൺമെന്റ് അല്ല. മീറ്റിംഗ് തുടങ്ങി, ചില കാരണങ്ങൾ കൊണ്ട്, ചില ആവശ്യങ്ങൾ കൊണ്ട്, ചില ഡേറ്റ കിട്ടാനായിട്ട് എന്തെങ്കിലും കാരണം കാണും. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ ഒരു സാന്നിധ്യം കൂടെ ആവശ്യമുണ്ട് ഈ കാര്യം ചർച്ച ചെയ്യാനാണെന്നുണ്ടെങ്കിൽ then you have to wait and that adjourned meeting will be called, but there you have to give a 3 days notice. നോട്ടീസിനെ കുറിച്ച് നമ്മൾ നോട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്കിലും 3 days നോട്ടീസിലൂടെ വിളിച്ചു കൂട്ടണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാഹചര്യം. മൂന്നാമത്തെ സാഹചര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വാക്ക് സൈനൈഡൈ. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? സൈനൈഡൈ, SINEDI. എന്താണ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രതിഭ കേട്ടിട്ടുണ്ടോ? സൈനൈഡൈ, ഒരു മീറ്റിംഗ് സൈനൈഡൈ മാറ്റി വെച്ചു എന്നുള്ളത്. പാർലമെന്റിൽ സ്ഥിരം നമ്മൾ
പാർലമെന്റ് മീറ്റിംഗ് തർക്കമൊക്കെ നടക്കുമ്പോൾ ഭയങ്കര തർക്കം, ആദ്യം ഒരു ദിവസം മാറ്റി വയ്ക്കും, പിന്നെ 2 ദിവസം മാറ്റി വയ്ക്കും, മൊത്തത്തിൽ സ്തംഭനം വരുമ്പോൾ അവിടുത്തെ സ്പീക്കർ പറയുന്നതാണ് ദ മീറ്റിംഗ് അഡ്ജോൺഡ് സൈനഡേ എന്ന് വെച്ചാൽ എന്താർത്ഥം? സഞ്ജു വക്കീൽ പഠനമൊക്കെ പഠിക്കുന്നതല്ലേ, അപ്പൊ എന്താണ് ഈ സൈനഡേ അഡ്ജോൺമെന്റ്? ആദ്യത്തെ എന്താണ്? ഇവിടെ ഇല്ല ഡേറ്റ് പറയാതെ ഒരു മലയാളത്തിലൊരു വാക്കുണ്ട്, അതിനെന്താണ്? സൗമ്യ, മലയാളത്തിലൊരു വാക്ക് പറയത്തില്ല, ഡേറ്റ് പറയാതെ മാറ്റി വെക്കുന്നതിന്, ഒരു മീറ്റിംഗ് മാറ്റി വെക്കുന്ന എന്തൊരു മലയാളത്തിൽ വാക്ക് പറയും? എന്താണ്? ആർക്കും കത്തുന്നുണ്ട്? എന്താണ്? അനിശ്ചിത കാലത്തേക്ക് മീറ്റിംഗ് മാറ്റി വെച്ചു എന്ന് കേട്ടിട്ടില്ലേ? അല്ലേ? അങ്ങനെ ഒരു വാക്കുണ്ട് അല്ലേ? അനിശ്ചിത കാലത്തേക്ക് മാറ്റി വെച്ചു. അപ്പോ ഒരു മീറ്റിംഗ് ഫർദർ ഡേറ്റ് പറയാതെ, അല്ലെങ്കിൽ ചില ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയോ ചില കാരണങ്ങൾ കാരണം ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നത് വരെ ആ മീറ്റിംഗ് കൂടത്തില്ല. ഇനി അറിയിപ്പ് വരുമ്പോൾ മീറ്റിംഗ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സൈനൈഡ് അഡ്ജേൺമെന്റ്. അത് സ്റ്റഡിമെന്റ് ഇല്ല. സൈനൈഡ് അഡ്ജേൺമെന്റ് എപ്പോൾ പിന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നോർമൽ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. പക്ഷെ കോറം തയ്യാതെ വരുന്നതിന് പിന്നെ നോട്ടീസ് കൊടുക്കണ്ട, കാരണം വെച്ചാൽ അടുത്ത ആഴ്ച ആണല്ലോ വരുന്നത് അല്ലേ? അപ്പൊ അതാണ് സൈനൈഡ് അഡ്ജേൺമെന്റ് പ്രത്യേകത. അപ്പോൾ 3 രീതിയിലാണ് മീറ്റിംഗ് അഡ്ജേൺ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മീറ്റിംഗിന്റെ ദിവസം എല്ലാവരും എന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ട് പിന്നെ മീറ്റിംഗ് മാറ്റി വയ്ക്കുന്നതിനാണ് അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് അഡ്ജേൺമെന്റ്, ദാറ്റ് മീൻസ് കോറം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച അതേ സമയം അതേ ഡേറ്റിൽ അതേ വെന്യൂവിൽ വെച്ച് നടത്തുന്നതിനെയാണ് നമ്മൾ അഡ്ജേൺ ചെയ്യുന്നതിനാണ് നമ്മൾ കോറം ഇല്ലാത്തതുകൊണ്ട് അഡ്ജേൺ ചെയ്യുക. 2, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും അഡ്ജേൺമെന്റ് മാറ്റി വെച്ചിട്ട് വേറൊരു ഡേറ്റ് വയ്ക്കുക. ആ ഡേറ്റ് വയ്ക്കുമ്പോൾ 3 ദിവസം നോട്ടീസ് നിങ്ങൾ കൊടുക്കണം. 3ാമത്തത് സമയം പറയാതെ മാറ്റി വയ്ക്കുന്ന സൈനൈഡ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി വയ്ക്കുന്ന മീറ്റിംഗ് ആണ്. അങ്ങനെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും നോട്ടീസ് കൊടുത്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മീറ്റിംഗ് വിളിച്ചു കൂടാൻ പാടുള്ളൂ. സൈനൈഡ് അഡ്ജേൺമെന്റിനെ കുറിച്ച് സ്റ്റഡിമെന്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഡ്ജേൺമെന്റ് ഉണ്ട്, പ്രാക്ടിക്കലി ചിലപ്പോഴേക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷേ എനി ഡൗട്ട്സ്, എനി ക്ലാരിഫിക്കേഷൻ? I think it's almost done. ഇനി ഒരു ചോദ്യം ഇതിനകത്ത് ട്രെയിനിങ്ങിലും ചോദിച്ചു, ഈ അഡ്ജേൺഡ് മീറ്റിംഗിൽ എടുത്ത തീരുമാനത്തിന്റെ ഡേറ്റ് എന്താണെന്നുള്ള. അത് ഏത് ദിവസമാണോ തീരുമാനം എടുക്കുന്നത് ആ ദിവസമാണ് റെസൊല്യൂഷൻ ഡേറ്റ്. മനസ്സിലായില്ലേ? ഒക്ടോബർ 10-ാം തീയതി വെച്ചിരുന്ന മീറ്റിംഗ് ഒക്ടോബർ 17-ാം തീയതിയാണ് നടത്താൻ പോകുന്നത്. അപ്പൊ ഒക്ടോബർ 17-ാം തീയതി ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്താൽ ഒക്ടോബർ 17 മുതലേ അപ്പോയിന്റ്മെന്റ് നിലവിൽ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒറിജിനൽ മീറ്റിംഗിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പ്രശസ്തമാണ്, അത് മറക്കരുത്. സോ എനി ഡിസിഷൻ ടേക്കൺ അറ്റ് ആൻ അഡ്ജേൺഡ് മീറ്റിംഗ്, then the effective date of the resolution passed will be the adjourned meeting date and not the original meeting date. That is a common sense ആണല്ലേ? പക്ഷേ ഈ അഡ്ജേൺഡ് മീറ്റിംഗ് ഒറിജിനൽ മീറ്റിംഗിന്റെ കണ്ടിന്യൂഷൻ ആണ്, അതാണല്ലോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചിലർക്ക് ഡൗട്ട് തോന്നാൻ കാര്യം. അഡ്ജേൺഡ് മീറ്റിംഗിൽ എടുത്ത തീരുമാനത്തിന്റെ എഫക്റ്റീവ് ഡേറ്റ് എന്നാണ്? ഒറിജിനൽ മീറ്റിംഗിന്റെ ഡേറ്റ് ആണോ അഡ്ജേൺഡ് മീറ്റിംഗിന്റെ ഡേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അഡ്ജേൺഡ് മീറ്റിംഗിന്റെ ഡേറ്റ് ആണ്, ഒറിജിനൽ മീറ്റിംഗിന്റെ ഡേറ്റ് അല്ല. സോ ഐ തിങ്ക് ഡൺ. ഫ്രം നെക്സ്റ്റ് ക്ലാസ് അടുത്ത സെഷനിൽ നമുക്ക് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ, ഞാൻ അങ്ങോട്ട് കുറേ ഉണ്ട് മീറ്റിംഗ്, ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ, ഇ വോട്ടിംഗ്, ഷോ ഓഫ് ഹാൻഡ്സ്, കോറം, പ്രോക്സി, ചെയർമാൻ, മിനിറ്റ്സ്. ബിക്കോസ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ജനറൽ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്താൽ അറൗണ്ട് പാർട്ട് ബി നമ്മൾ പഠിച്ച എല്ലാ ചാപ്റ്ററും വെച്ച് നോക്കുമ്പോൾ പാർട്ട് ബി, അതായത് KMB കഴിഞ്ഞു, ഡയറക്ടർ കഴിഞ്ഞു, ഡയറക്ടേഴ്സ് 2 ചാപ്റ്റർ കഴിഞ്ഞു, ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു, ജനറൽ മീറ്റിംഗ് കഴിഞ്ഞാൽ പാർട്ട് ബി നല്ലൊരു ശതമാനം ഒതുങ്ങും. നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ നമുക്ക് ഇവിടെ പോവാം, പാർട്ട് എയിലോട്ട് നമുക്ക് പോവാം. സോ തിങ്സ് ആർ അണ്ടർ കൺട്രോൾ. സോ ടുഡേ ലൈബ്രറിയിൽ എഴുതേണ്ട സെക്ഷൻ 100, സെക്ഷൻ 100 സബ്സെക്ഷൻ 1, സെക്ഷൻ 100 സബ്സെക്ഷൻ 2, സെക്ഷൻ 100 സബ്സെക്ഷൻ 4, സെക്ഷൻ 98. 5 സെക്ഷൻ ഉണ്ട്. ഒന്നുകൂടി പറയാം. സെക്ഷൻ 100, സെക്ഷൻ 100 സബ്സെക്ഷൻ 1, സെക്ഷൻ 100 സബ്സെക്ഷൻ 2, സെക്ഷൻ 100 സബ്സെക്ഷൻ 4, സെക്ഷൻ 98. ഇത്രയും സെക്ഷൻസ് ലൈബ്രറിയിലോട്ട് പോകണം. സെക്ഷൻസ് ചോദിക്കുന്ന സമയം 2-3 കൂടെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സെക്ഷൻസ് ഒന്ന് ചോദിക്കാം. എത്രയായി ടെൻഡേറ്റീവില് സൗമ്യ? ഇപ്പോൾ നമ്പർ മറ്റേ ബാച്ചിൽ 70 ഇവിടെ എത്രയായി? $55 അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു
55 ആകുമ്പോൾ ഇനിയുണ്ടപ്പോൾ സെക്ഷൻസ് കുറിച്ച് കവർ ചെയ്യാനായിട്ട് അല്ലേ. അതിനെ കൂടി കുറച്ച് സെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സെക്ഷൻസ് കുറച്ച് നോക്കി സമയം കുറച്ച് ഗ്യാപ്പ് വന്നു. ഒരു 2-3 ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു സെഷൻ ഇടാം. ഓക്കെ, സോ ക്ലിയർ, വെരി ക്രിസ്റ്റൽ ക്ലിയർ. ഞാൻ പറഞ്ഞു വളരെ പാക്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓരോ ഏരിയ മാത്രം എടുത്ത് വെച്ച് പഠിപ്പിക്കുകയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ പതുക്കെ. സോ അത് ഉപയോഗപ്പെടണം, നല്ല രീതിയിൽ പഠിക്കുക. നാളെ രാവിലെ അടുത്ത ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ നമുക്ക് റെസൊല്യൂഷൻ്റെ ടൈപ്സുമായിട്ട് തുടങ്ങാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് നാളെ രാവിലെ ചോദിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. Thank you, sir.